ഇടുക്കിയിലൊരു ഷോ ഈ അടുത്ത് നടന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ ആ ഷോയിൽ പറയുന്നുണ്ട്, ഞാൻ എന്നെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എല്ലാവർക്കും എന്നെ അറിയില്ല. ഇവിടെ അറിയാതെ കൂടി നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇവനെന്ത് തേങ്ങയാടാ ഈ പാടുന്നതെന്നും ചോദിച്ചിട്ട്. അപ്പോൾ അപ്പോഴാണ് എനിക്കൊരു മനസ്സിലായത്, എനിക്ക് മാത്രമല്ലല്ലോ ഇവരെന്ത് തേങ്ങയാണ് പാടുന്നതെന്ന്. ഇദ്ദേഹത്തിന്റെ വരികൾ ഉദ്ദേശിച്ചല്ല കേട്ടോ പറഞ്ഞത്. ഈ റാപ്പിനോട് എനിക്ക് താല്പര്യമില്ല. ഈ അങ്ങനെ ഇങ്ങനെയൊക്കെ പാടുന്നത് ഒരു താളമൊന്നും ഇല്ലാത്ത പോലെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അതുകൊണ്ടായിരിക്കാം എനിക്കും തോന്നിയത് എന്ത് തേങ്ങയാണ് ഇവർ പാടുന്നതെന്നുള്ളത്. അല്ലാതെ അദ്ദേഹത്തിന്റെ വരികളെ കുറിച്ചല്ല പറഞ്ഞത്. വരികളെ കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ ഇത്രത്തോളം തീയുണ്ട് എന്ന് മനസ്സിലായി. ഈ ഷോയിൽ തന്നെയാണ് ഞാൻ അദ്ദേഹത്തിന്റെ പാട്ട് ആദ്യമായിട്ട് കേൾക്കുന്നത് കേട്ടോ. അതായത് വേറെ ഇപ്പൊ നിങ്ങൾ പാടിയ പലതും ഞാൻ കേട്ടിട്ടില്ല. അപ്പൊ ആദ്യമായിട്ട് ഈ ഷോയിൽ തന്നെയാണ് ഇദ്ദേഹം പാടുന്നതും മനസ്സിലാക്കുന്നതും. അപ്പോൾ അദ്ദേഹം പറയുന്ന, അല്ലെങ്കിൽ അദ്ദേഹം മൈക്ക് പിടിച്ചിട്ട് ഇങ്ങനെ സ്ട്രെസ് ചെയ്ത് പറയുന്ന ഓരോ വാക്കുകളിലും അദ്ദേഹത്തിന്റെ കറക്റ്റ് എക്സ്പ്രഷൻ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഉള്ളിൽ എന്താണ് ഫയർ എന്ന് ആ എക്സ്പ്രഷനിൽ ഓരോന്നിലും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോഴാണ് മനസ്സിലായത്, ഓക്കെ ഇദ്ദേഹം ഇത്രത്തോളം ഡിസ്ക്രിമിനേഷൻ, മേ ബി റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ ആവാം, ഫിനാൻഷ്യൽ ഡിസ്ക്രിമിനേഷൻ ആവാം, കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ആവാം, ഇങ്ങനെ പലതരം ഡിസ്ക്രിമിനേഷൻ ഇദ്ദേഹം നന്നായിട്ട് ഫേസ് ചെയ്തിട്ടുണ്ട്. അല്ലാതെ ആ ഒരു വാക്കില്, ആ ഒരു നോട്ടത്തില്, ആ ഒരു എക്സ്പ്രഷൻ എല്ലാം ഇത്രത്തോളം ഷാർപ്പാവില്ല എന്ന് മനസ്സിലായത്.